Watch India's largest kids library only on Jio Hotstar. Download the app now. കിങ്, ഈ വർഷം എന്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു പ്രധാനപ്പെട്ട ഗിഫ്റ്റ് വേണം. പറയൂ, നിനക്ക് എന്ത് ഗിഫ്റ്റ് ആണ് വേണ്ടത്? ദേ കാണുന്ന നിലാവില്ലേ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടോട്ടൽ ലോകത്തിനും എന്റെ പാലസ് മൂണിന്റെ മുകളിലുള്ളത് പോലെ കാണണം. അങ്ങനെ കാണാൻ എന്ത് രസമായിരിക്കും. നമ്മുടെ പാലസ് മൂണിൽ ഉണ്ടാകണമെന്നോ? ഇതാ ഇതുപോലെ വേണോ? നോക്കിക്കേ. വൗ! ഞാൻ വിചാരിച്ചതിനേക്കാളും ഇത് അടിപൊളിയായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് ക്വീൻ. പക്ഷെ ഇത് അത്ര ഈസിയായ ജോലിയല്ല. മൂണിനെ കൈവശപ്പെടുത്താനായിട്ട് എനിക്ക് ഒരുപാട് മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് മൂണില്ലാത്ത കുറവ് അറിയാതിരിക്കൂ. ഡോണ്ട് വെറി, നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എത്രയും പെട്ടെന്ന് റെഡി ആയിരിക്കും. ഓ, താങ്ക് യു മൈ കിങ്. ഭിം ഭിം ചിങ്കോ, എന്റെ മാജിക് തുടങ്ങട്ടെ. ജോലി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആ ജോലി കംപ്ലീറ്റ് ആയതും നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് റെഡി ആവുന്നതായിരിക്കും. ഞാൻ എവിടെ പോയി വിളിക്കും? മൈര, ഇങ്ങോട്ട് വാ. ഇവിടെ ആർക്കും നമ്മളെ കണ്ടുപിടിക്കാൻ ആവില്ല. വരുൺ, ഈ ബുഷാണ് ഏറ്റവും നല്ല സ്ഥലം തോന്നുന്നു. ശരി, നോക്കാം. എല്ലാരും റെഡിയാണല്ലോ? ഞങ്ങൾ ഇതാ വരുന്നു. ചേടാ, ഇവരൊക്കെ എങ്ങോട്ടാ പോയത്? തീർച്ചയായിട്ടും ഏതെങ്കിലും ബുഷിനകത്ത് പതുങ്ങിയിരിക്കും. മൈര കുടുങ്ങി പോകും. മരത്തിന്റെ പുറകെ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മരം പെട്ടെന്ന് മാറിക്കോട്ടെ. ഈ മരം എങ്ങനെ പെട്ടെന്ന് സ്ഥലം മാറിയത്? കിട്ടിപ്പോയി. പതുങ്ങിയിരിക്കെ, ചെന്ന് മരത്തിന്റെ പുറകിൽ പതുങ്ങിയിരിക്കെ. ബുഷിന്റെ പുറകിൽ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? അല്ല, നിന്റെ ബുഷ് എവിടെയാ? ഷെടാ, ഇതെങ്ങനെയാ അങ്ങോട്ട് പോയത്? ഇതൊക്കെ ചീറ്റിംഗാ. മാജിക് ചെയ്താ നീ ഓരോ ഗെയിമിലും ജയിക്കാൻ പറ്റും. ശരി, രുദ്രയെ തേടി കണ്ടുപിടിച്ച് കാണിക്കേ. അപ്പോൾ നിങ്ങൾ സമ്മതിക്കാം. ഈ കുട്ടികൾ എപ്പോഴും കളിച്ചോണ്ടിരിക്കുക. ഈ രാത്രി സമയത്ത് ഇത് എന്ത് കളിയത്? വന്ന് എന്തെങ്കിലും ആഹാരം കഴിക്ക്. അതോ അങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ പോവാണോ? അല്ല, 2 3 ഇതേ മേലോട്ട് നോക്ക്. എവിടെയാ 2 3? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇപ്പൊ മനസ്സിലായി. അയ്യോ രംഗില, ഒന്നും മിണ്ടാതിരിക്കാൻ പാടില്ലായിരുന്നോ? ഓ, സോറി രുദ്ര. ഷെടാ, ഇതെന്താ? മൂണിന്റെ മുകളിൽ വൂൾഫിന്റെ ഷെഡ പോലുണ്ടല്ലോ. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വൂൾഫ് മൂണിനെ വിഴുങ്ങാൻ പോകുന്നു എന്നാണ്. ഒരുപക്ഷെ മേഘങ്ങൾ ആ രൂപത്തിൽ വന്നതായിരിക്കും. അല്ല, അത് ക്ലൗഡ്സ് ആവാൻ സാധ്യതയില്ല. ക്ലൗഡ്സ് താഴെയാണുള്ളത്. അത് മൂണിനെ കവർ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു വൾഫ് മൂണിന്റെ സൈഡിൽ നിന്നും വിഴുങ്ങാൻ നോക്കാണ്. വരൂ, അലാസ സാറിന്റെ അടുത്തേക്ക് പോവാം. ഇതിനെ കുറിച്ച് അദ്ദേഹത്തിനെ അറിയൂ. ചിലി, മുത്തശ്ശൻ മെജിഷ്യൻ കോൺഫറൻസിലേക്ക് പോയിരിക്കുക. അദ്ദേഹം തിരിച്ചു വരുമ്പോ കാര്യം പറഞ്ഞേക്കണം. ഡൺ രുദ്ര. ഹലോ എവരിവൺ, എന്താ കാര്യം? ഇന്നെന്താ ഈ സമയത്ത് വന്നത്? നിങ്ങൾ ആ മൂണിനെ കുറിച്ച് ചോദിക്കാൻ വന്നതാണോ? അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ അകത്തല്ലേ ഉള്ളത്? നിങ്ങൾക്കിപ്പോ കാണിച്ചു തരാം. ഞാനും ആ മൂണിനെ കണ്ടൊന്ന് ഞെട്ടിപ്പോയി. തീർച്ചയായിട്ടും ഇതെല്ലാം ആ വോൾഫ് കിങ് ചെയ്ത കാര്യമായിരിക്കും. കാരണം ഇത്രയും വലിയൊരു മാജിക് ട്രിക്ക് ഫുൾ ഓഫ് ചെയ്യുന്നത് അവനെ കൊണ്ട് മാത്രമേ പറ്റൂ. അല്ലാതെ സർ, നിങ്ങൾ എനിക്ക് ഓറഞ്ച് പെർമിഷൻ തരാൻ പറ്റുമോ? ആ, തീർച്ചയായിട്ടും. ഇങ്ങോട്ട് വരൂ.
ഈ ബുക്ക് നമ്മൾ എങ്ങനെയാ വായിക്കുക? ഓരോ പേജിലുള്ള ഉൾഫും നമ്മളെ കടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വളരെ റിസ്ക് ആണ് രുദ്ര. വിറ്റുകൾ നമ്മളെ കടിച്ചാലോ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ആ ബുക്ക് വായിക്കാതെ നമ്മൾക്ക് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടും രുദ്ര? രുദ്ര, അതിനും ഒരു വഴിയുണ്ട്. ഈ വോൾഫ് ഗാർഡ്സ് വോൾഫ് കിങ്ങിന്റേതാണ്, പക്ഷേ വോൾഫിന്റെ ലെറ്റേഴ്സ് നമ്മുടേതാണ്. ഗ്രേറ്റ് ഐഡിയ അലക സർ. ഓ, ഇതിൽ എഴുതിയിരിക്കുന്ന ഉൾഫിന്റെ മാജിക് തകർക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വോൾഫ് കിങ് ഭയങ്കര സ്മാർട്ടാണ്. അവന്റെ മാജിക്കിനെ കുറിച്ച് അവൻ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, അവൻ തന്റേതായ ഒരു ബയോപിക് ഗ്രാഫ് ചെയ്യുകയാണ്. ഒരു പക്ഷേ ഈ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ ആ ബൊക്കയിലുണ്ടായിരിക്കും. രുദ്ര, നീ അവന്റെ പാലസിലേക്ക് ചെന്ന് ആ ബൊക്ക തേടി കണ്ടുപിടിക്കണം. നമുക്കൊന്ന് അടുത്തേക്ക് ചെന്ന് നോക്കാം. ഇവിടെ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. നമ്മൾ ഉൾഫിന്റെ വേഷമിട്ടാൽ മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും. രുദ്ര, നമ്മുടെ ഹൈറ്റ് അവരെക്കാളും വളരെ കുറവല്ലേ? അവർക്ക് നല്ല ഉയരവും തടിയുണ്ട്. നമ്മളെ പെട്ടെന്ന് അവരെ കണ്ടെത്തും. ഡോണ്ട് വറി മൈറ, എന്റെ മാജിക് പവർ യൂസ് ചെയ്യാം. നമുക്ക് ഗെറ്റപ്പ് മാറ്റിയെടുക്കാം, അതുപോലെ ഹൈറ്റും കൂട്ടാം. Wolf Dress Creator. വുൾഫ് കിങ് തന്റെ ബയോപിക് എഴുതിക്കൊണ്ടിരിക്കുക. ആ ബുക്ക് തീർച്ചയായിട്ടും അയാളുടെ ലൈബ്രറിയിൽ തന്നെ ഉണ്ടാവണം. എല്ലാ ഭാഗം പോയി നോക്ക്. കിട്ടിയാ എനിക്ക് ഇൻഫോം ചെയ്യണം. ഓക്കേ രുദ്ര. ഇതിപ്പോ ഒരു വല്ലാത്ത പ്രശ്നമായി തീർന്നല്ലോ. ഇത്രയും വലിയൊരു കൊട്ടാരത്തില് ലൈബ്രറി എവിടെ പോയി തേടാനാ? ആരാടാ നീ? കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നല്ലോ. എന്ത് ചോദ്യാടോ ഇത്? നിനക്ക് എത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കായിരുന്നോ? നിന്റെ ഡ്യൂട്ടി സൂപ്പർവൈസറിനെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. എന്താ കണ്ണ് കണ്ടൂടെ? സോറി സാർ, ഞാൻ ഇന്നലെയാ വന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് 2 മിനിറ്റ് പോലും ആയില്ല. രംഗില വീണ്ടും പ്രശ്നത്തിൽ കുടുങ്ങി. പോയിക്കോ, കൊട്ടാരത്തിന്റെ പുറത്ത് പോയിട്ട് ഡ്യൂട്ടി നോക്ക്. ഓക്കെ സാർ. സർ, നിങ്ങൾ പറഞ്ഞ ഡ്യൂട്ടി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി എങ്ങോട്ടാ പോണ്ടേ? അതേതായാലും നന്നായി. നീ ആദ്യം ചെന്ന് കൊട്ടാരത്തിന്റെ പുറത്തുള്ള ജോലികളൊക്കെ നോക്ക്. ആരാടാ നീ? എന്നോട് ഡ്യൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? ഡ്യൂട്ടി സൂപ്പർവൈസർ ഇവിടെ ഞാനാണ്. ഇപ്പൊ എന്റെ സംശയം ശരിയായില്ലേ? ഞാനിപ്പോ ഡ്യൂട്ടിയിലല്ല, ആഹാരം കഴിക്കാൻ വന്നതായിരുന്നു. ഇന്നാ പിടിച്ചോ, ആവശ്യം പോലെ കഴിച്ചോ. എടാ, ആഹാരം വിട്ടേക്ക്. അവന്മാരെ ചെന്ന് പിടിക്ക്. അവന്മാരെ വിടരുത്. നമ്മൾ ശരിക്കും കുടുങ്ങിയെന്ന് തോന്നുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്റെ മാജിക് ഉപയോഗിച്ച് അവരെ വഴിതെറ്റിക്കാം. അന്തർ മന്തർ പാനിക്കൽ അന്തർ. നിന്റെ പ്ലാനിങ്ങും നിന്റെ മാജിക്കും എനിക്ക് എപ്പോഴും പ്രശ്നമാണ്. സോറി. പാലസിനകത്ത് ആരോ കടന്നു കയറിയിട്ടുണ്ട്. തേടി കണ്ടെത്തൂ.
ആരാടാ നീ? ഓ ഇവിടെ നീ എന്തെടുക്കാണ്? ഇങ്ങോട്ട് ആർക്കും വരാനുള്ള അനുവാദം ഇല്ലെന്ന് നിനക്കൊന്നും അറിയില്ലടാ. ഞാനൊരു റൈറ്ററാണ്. കിങ്ങിന്റെ ബയോപിക് എഴുതാണ്. പച്ച കള്ളം. റൈറ്റർ ഇവിടെ ഇവിടെ ഞാനാണ്. കിങ്ങിന്റെ ബയോപിക് ഇവിടെ ഞാനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിൽക്ക്, ഇപ്പൊ തന്നെ ഞാൻ കിങ്ങിനെ ഇൻഫോം ചെയ്യട്ടെ. സോറി, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഏ? ആ? ആ. ഓ, ഓ. ഓ. എടാ കൊച്ചനെ, ഇത്രയും ചെറിയ മാജിക് വെച്ച് എന്നെ എന്ത് ചെയ്യാനാ? അയ്യോ, എന്റെ വയറ്റിനകത്ത് എലി ഓടുന്നത് പോലെ ഉണ്ടല്ലോ. അതോ ഇക്കിളിയാവോടോ? എനിക്ക് ഇക്കിളിയാകുന്നു. അയ്യോ, ഇക്കിളിയാകുന്നേ. ഈ എലികളൊന്ന് തടഞ്ഞു നിർത്ത്. ഓ, എനിക്ക് ഇക്കിളിയാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂച്ചയൊക്കെ പറഞ്ഞേക്ക്, എന്നെ സഹായിക്ക്. ആ ബുക്ക് എടുത്തോണ്ട് പോകരുത്. ഓ, മയര വെറും രംഗില, ദാ കണ്ടില്ലേ, ബുക്ക് കിട്ടിക്കഴിഞ്ഞു. ബുക്ക് കിട്ടിയാലും ഇത് മുഴുവൻ ഇരുന്ന് വായിക്കാനുള്ള സമയം നമുക്കില്ല. ഇതിന്റെ അകത്തുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ അബ്സർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് നീ എങ്ങനെയാ ചെയ്യാൻ പോകുന്ന രുദ്ര? ബുക്ക് ഓൾമോസ്റ്റ് അവന്റെ മൈൻഡിന്റെ അകത്ത് പോയി കഴിഞ്ഞു. ഇനി കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ഞങ്ങളെ കണ്ടെത്തി കഴിഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾ ചെയ്തത് ചീറ്റിംഗാ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോ 100 വരെ എണ്ണണം. അറിയില്ലേ? നിങ്ങളിൽ ആരെങ്കിലും 100 വരെ എണ്ണിയോ? ഇല്ല. അതുകൊണ്ട് എന്നാ ശരി, നമുക്ക് വീണ്ടും കളിക്കാം. 100 വരെ എണ്ണ. പതുങ്ങിയിരിക്കാം. പിന്നെ നിങ്ങൾ തേടി കണ്ടെത്തിയാൽ ഞങ്ങളെ വോൾഫ് ടീമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോ. എണ്ണാൻ തുടങ്ങ്. നിങ്ങൾക്ക് എണ്ണാൻ അറിയാലോ അല്ലേ? അല്ല, അത് പിന്നെ അറിയാം. 1 2 3 4 5 6 7 8 പിന്നെന്താണ്? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇത് മയരുടെ ഒരു ടെക്നിക്കാ. വാ, ഓടാം. എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? കണ്ണടച്ചു നിന്ന് നിങ്ങൾ എന്താ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? സാർ, അത് ഹൈഡ് ആൻഡ് സീക്കിൽ ആദ്യം നമ്പർ എണ്ണേണ്ടതല്ലേ സാർ? എന്നിട്ടല്ലേ തേടി കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് ആ പെണ്ണ് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോടാ. അവരൊക്കെ നിങ്ങളെ മണ്ടന്മാരാക്കി ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്കാം. നിങ്ങളൊക്കെ എന്ത് മണ്ടത്തരവാ കാണിച്ചു വെച്ചിരിക്കുന്നത്? അവരെന്റെ കയ്യിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്? വോൾഫ് കിങ്ങിന്റെ മാജിക് തകർക്കാനുള്ള വഴി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അത് അല്പം റിസ്ക് ആണ്. നമുക്ക് മുത്തശ്ശന്റെ സഹായം ആവശ്യം വരുന്ന തോന്നുന്നത്. ചില്ലി, എല്ലാവരും എങ്ങനെയുണ്ട്? മുത്തശ്ശ, രുദ്രയും അവന്റെ ഫ്രണ്ട്സും അലക്സാറിന്റെ അടുത്തേക്ക് പോയിരിക്കാ. ദേ അത് കണ്ടോ, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെന്താണ്? വോൾഫിന്റെ ഷെയ്പ്പോ? ഇതാ വോൾഫ് കിങ്ങിന്റെ ചതിയായിരിക്കും. മുത്തശ്ശ, നിങ്ങൾ കൃത്യസമയത്തിനെത്തി. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഞങ്ങൾ വോൾഫ് കിങ്ങിന്റെ പാലസിലാണ്. പറയൂ, എന്ത് സഹായമാണ് വേണ്ടത്? മുത്തശ്ശ, ഞങ്ങളുടെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. കേൾക്കൂ. ഓക്കെ രുദ്ര, ഞാനിതാ വരുന്നു. ഓ ആരാടാ നിങ്ങൾ? ഇവിടെ എന്തെടുക്കാണ്? എന്തിനാടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ആരാണെന്നുള്ളതല്ലേ പ്രധാനം. നിങ്ങളിപ്പോ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് ശരിക്കും തെറ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മൂണിനെ അപ്രത്യക്ഷമാക്കാൻ പറ്റില്ല.
ആർക്കെന്നെ തടഞ്ഞു നിർത്താനാകും? അതും നീയോ? അതെ, ഞാൻ തന്നെയാ. ഓ, ഉവ്വ്. ഉവ്വ്. വോൾഫ് കിങ്, നിങ്ങൾക്ക് സ്വയം വലിയൊരു കിങ് ആണെന്ന് വിചാരമുണ്ട്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ച് കാണിക്ക. ഇവന്മാര് വിടാതെ നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ. ഓ, സ്റ്റോപ്പ്. സുഹൃത്തുക്കളെ, ശരിക്കുള്ള ഫൈറ്റ് വോൾഫ് കിങ്ങിനും രുദ്രയ്ക്കും തമ്മിലാണ്. ആര് ജയിക്കുന്നോ അവരാണ് രാജാവ്. എനിക്കാണെങ്കിൽ ഇപ്പോ ശരിക്കും വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വേഗം പറഞ്ഞോ. Zibaiska, Clouds, Colors, Creato. രുദ്ര, ഇപ്പൊ ഞാൻ നിന്റെ കഥ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ മാജിക്കൽ പവറിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. ഉൽഫിയുടെ മാജിക് തുടങ്ങട്ടെ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വേണ്ട, ഇതൊക്കെ ചീറ്റിംഗ്.
എന്താണ്? നിങ്ങൾ രണ്ടുപേരും എന്നെ തോൽപ്പിച്ചിട്ട് എന്റെ മാജിക്കൽ പവേഴ്സ് വെച്ച് തന്നെ എന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. രുദ്രയുടെ കയ്യിൽ വേറെ ഒരു വഴിയുമില്ലായിരുന്നു വോൾഫ് കിങ്. എന്നെ മനസ്സിലായോ? ഞാനാണ് ജയ്സിംഗ്. കോളേജ് ഡേയ്സിൽ നമ്മൾ രണ്ടാളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഓർമ്മയുണ്ടോ? ജയ്സിംഗ്, നീയോ? നീ ഇവിടെ എന്തെടുക്കാണ്? അതെ, ഞാൻ തന്നെ. രുദ്ര എന്റെ ഗ്രാൻഡ് സൺ ആണ്. നീ മൂണിനെ സോളോ ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. അതുകൊണ്ട് അവൻ മൂണിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവൻ നിന്റെ ഗ്രാൻഡ് സൺ ആണോ? നിന്നെ പോലെ തന്നെ ധീരനും വീരനുമാണ്, അതുപോലെ ബുദ്ധിമാനുമാണ്. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വുൾഫീന, നീ എവിടെയാ ഉള്ളത്? പുറത്തേക്ക് വാ. ഇതിനെല്ലാം കാരണം ഇവൾ ഒരുത്തിയാണ്. ഇവളുടെ ബർത്ത്ഡേക്ക് മൂണിൽ പാലസ് വേണമെന്ന് പറഞ്ഞു. ഷെടാ ജേസൺ ജി, നിങ്ങൾ ഇദ്ദേഹം പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഞാൻ തമാശക്ക് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. ഇദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അത് ശരി, ഇപ്പൊ ഞാനാണ് കുറ്റവാളി. അപ്പൊ നീ എന്തിനാ നിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത്? ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടുപേരും ഇനി വഴക്കുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ചില വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതല്ലേ. ലെറ്റ്സ് പാർട്ടി. Watch India's largest kids library only on Jio Hotstar. Download the app now.